അപ്പോൾ നമ്മുടെ 10th പ്രിലിംസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ SCRT സീരീസിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ദേശീയത, സംസ്കാരവും ദേശീയതയും ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എ കോളത്തിന് അനുയോജ്യമായത് ബി കോളത്തിൽ നിന്ന് ക്രമീകരിക്കുക. അപ്പോൾ എ കോളത്തിൽ എന്തൊക്കെയുള്ളത്? GG അഗാർക്കർ ഉണ്ട്, DK കാർവേ ഉണ്ട്, രവീന്ദ്രനാഥ ടാഗോർ, ഡോക്ടർ സക്കീർ ഹുസൈൻ. ഈ വശത്ത് എന്തൊക്കെയുള്ളത്? വിശ്വഭാരതി സർവകലാശാല, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, വനിതാ സർവകലാശാല അല്ലേ. അപ്പോൾ അവർ സ്ഥാപിച്ച സ്ഥാപനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി GG അഗാർക്കർ ഏതുമായി ബന്ധപ്പെട്ടതാ? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? GG അഗാർക്കർ. ഇനി DK കാർവേ ആണെങ്കിലോ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വനിതാ സർവകലാശാല സ്ഥാപിച്ചതാരായിരുന്നു? DK കാർവെയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഏതാ സ്ഥാപിച്ചത്? വിശ്വഭാരതി സർവകലാശാല അല്ലെ, വിശ്വഭാരതി സർവകലാശാല. ഡോക്ടർ സക്കീർ ഹുസൈൻ ആണെങ്കിൽ ജാമിയ മില്ലിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. പുറത്തു നോക്കുക: GG അഗാർക്കർ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, DK കാർവേ വനിതാ സർവകലാശാല, രവീന്ദ്രനാഥ ടാഗോർ വിശ്വഭാരതി സർവകലാശാല, ഡോക്ടർ സക്കീർ ഹുസൈന് ജാമിയ മില്ലിയ ഇസ്ലാമിയ. ഇനി രണ്ടാമത്തെ ചോദ്യം: ദേശീയ സമരകാലത്തെ പത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഏതൊക്കെ ലക്ഷ്യങ്ങളോടെയാണ്? തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ലക്ഷ്യങ്ങളോടെയായിരുന്നു ദേശീയ സമരകാലത്ത് പത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത്? ഏതൊക്കെയാ? ഒന്നെന്താ? ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ടിരുന്ന വിവിധ തരം പ്രശ്നങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. 2, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ എല്ലാവരെയും പങ്കാളിയാക്കുക. 3, ഇന്ത്യയുടെ ഏത് ഭാഗത്തും ഏതൊരാളിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യക്കാരുടെ പ്രശ്നമായിട്ട് കണക്കാക്കുക. 4, പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള സംസ്കാരങ്ങൾ സംയോജിപ്പിക്കുക. ഇതിൽ ഏതൊക്കെയായിരുന്നു, ഏതൊക്കെ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടായിരുന്നു അന്നത്തെ കാലത്ത് ദേശീയ സമരകാലത്ത് പത്രങ്ങൾ, ഇന്ത്യൻ പത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്ന്? ഏതൊക്കെയാ? 1, ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ട വിവിധതരം പ്രശ്നങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് അതൊരു ലക്ഷ്യമായിരുന്നു. 2, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ എല്ലാവരെയും പങ്കാളിയാക്കുക, അതൊരു ലക്ഷ്യമായിരുന്നു. 3, ഇന്ത്യയുടെ ഏത് ഭാഗത്തും ഏതൊരാളിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യക്കാരുടെ പ്രശ്നമായിട്ട് കണക്കാക്കുക, അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 4, പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിക്കുക, ഇതെന്താണ്? തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇതൊരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ബാക്കിയൊക്കെ ശരിയാണ്. അപ്പോൾ ദേശീയ സമരകാലത്ത് എങ്ങാനും ക്വസ്റ്റ്യൻ വരികയാണ്: ദേശീയ സമരകാലത്ത് പത്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഏതൊക്കെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാന്ന് ചോദിച്ചാൽ ഇത് പഠിച്ചു നോക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യം: തെറ്റായ ജോഡി ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക കേട്ടോ. 1, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് മഹാദേവ ഗോവിന്ദ റാനഡെ. 2, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആനി ബസന്റ്, വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ഇതിൽ നമ്മളോട് തെറ്റ് ഏതാണെന്ന് ചോദിച്ചല്ലേ? തെറ്റ് ഒന്നാമത്തെ എന്താ? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് അല്ലെ. ആരാ സ്ഥാപിച്ചത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്? അഭിനീന്ദ്രനാഥ ടാഗോർ ആണ്. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. അപ്പോൾ തെറ്റാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആരാ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്? GG അഗാർക്കർ ആണ്. ആനി ബസന്റ് അല്ല, GG അഗാർക്കർ ആണ്. അപ്പൊ അതും തെറ്റാണ്. 3, വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചാരാ? ദാദാബായ് നവറോജി ആണ്. അപ്പൊ ഇതിൽ ശരി ഏതെന്ന് പറയുന്നത് 3 മാത്രമേ ഉള്ളൂ. തെറ്റ് 1ഉം 2ഉം ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡികൾ. ഇനി നാലാമത്തെ ചോദ്യം: ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. 2 പ്രസ്താവന വന്നിട്ടുണ്ട്. ഇതൊരു പ്രസ്താവന, ഇതൊരു പ്രസ്താവനയാണ്. പ്രസ്താവന 1: ദേശീയ സമരകാലത്ത് ആദ്യമായിട്ട് രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങൾ 8 താമരകളും ഒരു അർദ്ധചന്ദ്രനുമായിരുന്നു. പ്രസ്താവന 2: 8 താമരകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്നു. അർദ്ധചന്ദ്രൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെയും പ്രതീകമായിരുന്നു. അപ്പൊ ഈ 2 പ്രസ്താവനകൾ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 2 പ്രസ്താവനകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രസ്താവന: സ്വദേശി സമരകാലത്ത് ആദ്യമായിട്ട് രൂപം നൽകിയ ത്രിവർണ പതാകയിൽ ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങൾ എത്രയാ? 8 താമരകളും ഒരു അർദ്ധചന്ദ്രനുമായിരുന്നു. 8 താമരകള് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതേപോലെ അർദ്ധചന്ദ്രൻ എന്തിനെ? ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെയും പ്രതീകമായിട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പൊ ഈ 2 പ്രസ്താവനകൾ എന്ത് ചെയ്യുക? എന്തായാലും പഠിച്ചു വെക്കുക. 5ാമത്തെ ചോദ്യം: സേവാസദൻ എന്ന കൃതി ആരുടേതാണ്? സേവാസദൻ എന്ന കൃതി ആരുടേതാ? ഓപ്ഷൻ ഡി ആണ്. പ്രേംചന്ദിന്റെ കൃതിയാണ് ഏത്? സേവാസദൻ. 6ാമത്തെ ചോദ്യം: ഹയാത്തി സാദി, ഹയാത്തി ജാവീദ് എന്നീ ഉറുദു കൃതികൾ
രചിച്ചതാരാം? ഹയാത്തി സാദി, ഹയാത്തി ജാവീദ് എന്ന ഉറുദു കൃതികൾ രചിച്ചത് ആരാ? ഓപ്ഷൻ എ ആണ് അൽതാഫ് ഹുസൈൻ ഹാലിയാണ് അല്ലെ. ഓപ്ഷൻ എ അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. ഏഴാമത്തെ ചോദ്യം, നിബന്ധമാല എന്ന മറാഠി കൃതിയുടെ കർത്താവ് ആരാം? നിബന്ധമാല എന്ന മറാഠി കൃതിയുടെ കർത്താവ് ആരാ? ഓപ്ഷൻ സി ആണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. ഓപ്ഷൻ സി വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. നിബന്ധമാല എന്ന മറാഠിയാണ്. ഓർത്തു നോക്കുക, ഭാഷ കൂടി ഓർത്തുവെക്കണം. നിബന്ധമാല എന്നത് ഒരു മറാഠി കൃതിയാണ്. കർത്താവ് ആരാ? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. ഹയാത്തി സാദി, ഹയാത്തി ജാവീദ് എന്താ? രണ്ടും ഉറുദു കൃതികളാണ്. ആരാ കർത്താവ്? അൽതാഫ് ഹുസൈൻ ഹാലി ആണ്. സേവാ സദൻ ആരുടെ കൃതിയാ? പ്രേംചന്ദിന്റെ കൃതിയാണ്. എട്ടാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യൻ ജനത സ്വാംശീകരിച്ച ആശയങ്ങൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യൻ ജനത സ്വാംശീകരിച്ച ആശയങ്ങൾ ഏതൊക്കെയാ? യുക്തിചിന്തയുണ്ട്, ജനാധിപത്യമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ശാസ്ത്രബോധമുണ്ട്, സോഷ്യലിസം ഉണ്ട്, തുല്യ നീതിയുണ്ട്. എല്ലാം പഠിച്ചു വെച്ചോ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യൻ ജനത സ്വാംശീകരിച്ച ആശയങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാ? യുക്തിചിന്ത, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ശാസ്ത്രബോധം, സോഷ്യലിസം, തുല്യനീതി. ഇവയൊക്കെ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഒൻപതാമത്തെ ചോദ്യം, ഗോര എന്ന കൃതി എഴുതിയതാരാണ്? ഗോര എന്ന കൃതി എഴുതിയത് ആരാ? രവീന്ദ്രനാഥ ടാഗോർ അല്ലെ. രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ് ഇത് ഗോര എന്ന് പറയുന്നത്. ഇനി പത്താമത്തെ ചോദ്യം, ഗീതാഞ്ജലി എന്ന കൃതി രചിച്ചതാരാ? ഗീതാഞ്ജലി എന്ന കൃതി രചിച്ചത് ആരാ? അതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാട്ടോ. ഗീതാഞ്ജലി എന്ന കൃതി രചിച്ചതാരാ? ടാഗോർ ആണ്. സ്വദേശി മിത്രം, ഹിന്ദു എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചതാരാ? സ്വദേശി മിത്രം, ഹിന്ദു എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആരാ? ഓപ്ഷൻ ഡി ആണ് ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. സ്വദേശി മിത്രം, ഹിന്ദു എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചതാരാ? ജി സുബ്രഹ്മണ്യ അയ്യർ ആണ്. 12ാമത്തെ ചോദ്യം, സോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? സോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ ഡി ആണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പത്രമാണ് ഇത് സോം പ്രകാശ്. തന്നിരിക്കുന്നതിൽ ഗാന്ധിജി സ്ഥാപിച്ച പത്രം ഏതാ? തന്നിരിക്കുന്നതിൽ ഗാന്ധിജി സ്ഥാപിച്ച പത്രമാണ് ഏത്? ഓപ്ഷൻ ഡി ഹരിജൻ അല്ലെ. ഹരിജൻ ആണ്. 14 യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? ഓപ്ഷൻ ഡി ആണ് മഹാത്മാഗാന്ധി ആണ്. 15ാമത്തെ ചോദ്യം, പ്രേമാശ്രമം, രംഗഭൂമി എന്നീ കൃതികൾ എഴുതിയതാരാ? പ്രേമാശ്രമം, രംഗഭൂമി എന്നീ കൃതികൾ എഴുതിയത് ആരാ? ഓപ്ഷൻ സി ആണ് പ്രേംചന്ദ് ആണ്. 16ാമത്തെ ചോദ്യം, സുലഭ് സമാചാർ എന്ന വർത്തമാന പത്രം ആരംഭിച്ചത് എവിടെയാ? സുലഭ് സമാചാർ എന്ന വർത്തമാന പത്രം ആരംഭിച്ചത് എവിടെയാ? ഓപ്ഷൻ സി ആണ് ബംഗാളിലാണ്. 17ാമത്തെ ചോദ്യം, ബോംബെ സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? ബോംബെ സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? ഓപ്ഷൻ സി ആണ് ഫർദൂർജി മർസ്ബാൻ അല്ലെ. ഫർദൂർജി മർസ്ബാൻ ആണ്. 18 ആര്യ സമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാ? ആര്യ സമാജം സ്ഥാപിച്ചത് ആരാ? ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലെ. സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി 19ാമത്തെ ചോദ്യം, അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാര സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 20 പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാര? ഓപ്ഷൻ ബി ആണ് ആത്മാറാം പാണ്ഡുരംഗ് അല്ലെ. പ്രാർത്ഥനാ സമാജം ആരാ? ആത്മാറാം പാണ്ഡുരംഗ് ആണ്. 21 രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരാ? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരാ? ഓപ്ഷൻ എ ആണ് സ്വാമി വിവേകാനന്ദനാണ്. 22 മിറാത്തുൽ അക്ബർ എന്ന പത്രം ആരംഭിച്ചതാരാ? മിറാത്തുൽ അക്ബർ എന്ന പത്രം സ്ഥാപിച്ചതാരാ? രാജാറാം മോഹൻ റോയ് അല്ലെ. മിറാത്തുൽ അക്ബർ ആരതാ? രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം തന്നിരിക്കുന്നതിൽ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ചോദിച്ചാൽ ഏതായിരുന്നു നമ്മൾ? മിറാത്തുൽ അക്ബർ കേട്ടോ. ഓപ്ഷൻ സി മിറാത്തുൽ അക്ബർ ആണ്. ഇനി 24ാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് സംവാദ് കൗമുദി എന്ന പത്രം ആരംഭിച്ച ഭാഷ ഏതാണ്? രാജാറാം മോഹൻ റോയ് സംവാദ് കൗമുദി എന്ന പത്രം ആരംഭിച്ച ഭാഷ ഏതാ? ബംഗാളി ഭാഷയിലാട്ടോ. സംവാദ് കൗമുദി ഏതാ? ബംഗാളി ഭാഷയിലാണ്. 25 സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ച് നമ്മൾ പറഞ്ഞു വരാ രാജാറാം മോഹൻ റോയ് ആണ്. 26 വെർണാക്കുലർ പത്ര നിയമം നടപ്പിൽ വരുത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? വെർണാക്കുലർ പത്ര നിയമം നടപ്പിൽ വരുത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ആര്? ഓപ്ഷൻ ബി ആണ് ലിട്ടൺ പ്രഭു ആട്ടോ. ഓപ്ഷൻ ബി ലിട്ടൺ പ്രഭു ആണ്. 27 ആര്യ മഹിളാ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് ആരാ? ഓപ്ഷൻ എ ആണ് പണ്ഡിറ്റ് രമാബായി ആണ്. 28 പണ്ഡിറ്റ് രമാബായി ശാരദാ സദൻ സ്ഥാപിച്ചത് എവിടെയാണ്?
പണ്ഡിത് രമാബായി. ശാരദാ സദൻ സ്ഥാപിച്ചത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ്, ബോംബെയിലാണ്. 29 വിധവാ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ശാരദാ സദൻ സ്ഥാപിച്ച വ്യക്തി ആരാ? നമ്മൾ പറഞ്ഞു ആരാ? രമാബായി ആണ്. 30 ബാല്യവിവാഹ എന്ന കൃതിയുടെ കർത്താവ് ആരാ? ബാല്യവിവാഹ എന്ന കൃതിയുടെ കർത്താവ് ആരാ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആട്ടോ. ബാല്യവിവാഹ എന്ന കൃതിയുടെ കർത്താവ് ആരാ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. 31 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856 ഓർത്തു വെച്ചു, 1856. 32ാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് സ്വത്തിന് മേൽ അവകാശം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാം? സ്ത്രീകൾക്ക് സ്വത്തിന് മേൽ അവകാശം നൽകണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, രാജാറാം മോഹൻ റോയി ആണ്. സ്ത്രീകൾക്ക് സ്വത്തിന് മേൽ അവകാശം നൽകണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയി. 33 സതി എന്ന ദുരാചാരത്തെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാം? സതി എന്ന ദുരാചാരത്തെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? രാജാറാം മോഹൻ റോയി. 34ാമത്തെ ചോദ്യം, ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? രാജാറാം മോഹൻ റോയി. 35ാമത്തെ ചോദ്യം, പൊതുവിവരങ്ങൾ നേരിടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി കൽക്കട്ടയിൽ സ്ഥാപിച്ച വർഷം ഏതാ? പൊതുവിവരങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള സൊസൈറ്റി കൽക്കട്ടയിൽ ആരംഭിച്ച വർഷം ഏതാ? 1838 ഓപ്ഷൻ ബി 1838. 36 ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായിട്ട് വാദിച്ച ആദ്യത്തെ വ്യക്തി ആരാം? ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായിട്ട് വാദിച്ച ആദ്യത്തെ വ്യക്തി എന്നറിയപ്പെടുന്നത് ആരാ? രാജാറാം മോഹൻ റോയി ആണ്. 37 യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാ? യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷമാണ് 1825. 38 ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാ? ഓപ്ഷൻ എ ആണ്, ബംഗാളിലാണ്. 39 കേസരി മറാത്ത എന്നീ പത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാം? കേസരി മറാത്ത എന്നീ പത്രങ്ങൾ സ്ഥാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? ബാലഗംഗാധര തിലകനാണ് കേട്ടോ. ബാലഗംഗാധര തിലകനാണ്. 40ാമത്തെ ചോദ്യം, ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവർ ആരംഭിച്ച പത്രം ഏതാ? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവർ ആരംഭിച്ച പത്രമാണ് ഇത്? അമൃത ബസാർ പത്രികയാട്ടോ. ഏതാ? അമൃത ബസാർ പത്രികയാണ്. 41 ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിക്കപ്പെട്ട വർഷം ഇതാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിക്കപ്പെട്ട വർഷമാണ് 1876 ഓപ്ഷൻ ബി 1876. 42ാമത്തെ ചോദ്യം, യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, കൽക്കത്തയിലാട്ടോ. കൽക്കത്തയിലാണ്. 43 ദാദാഭായ് നവറോജി സ്ഥാപിച്ച പത്രം ഏതാണ്? തന്നിരിക്കുന്നതിൽ ദാദാഭായ് നവറോജി സ്ഥാപിച്ച പത്രമാണ് ഏത്? ഓപ്ഷൻ സി വോയിസ് ഓഫ് ഇന്ത്യ ആണ്. 44 ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിച്ചതാരാം? ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആരാം? ആരായിരുന്നു സ്ഥാപിച്ചത്? അത് ഓപ്ഷൻ സി ആണ്, മഹേന്ദ്രലാൽ സർക്കാർ ആണ്. ആരാ? ഓപ്ഷൻ സി ആണ്, മഹേന്ദ്രലാൽ സർക്കാർ ആണ്. 45 അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷമാണ് 1864. 46ാമത്തെ ചോദ്യം, അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 47 ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷമാണ് 1868 ഇത് സ്ഥാപിക്കുന്നത്. ബീഹാർ സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിക്കുന്നത്. 48 ബംഗാളി എന്ന പത്രം സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ബംഗാളി എന്ന പത്രം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? ഓപ്ഷൻ ബി ആണ്, സുരേന്ദ്രനാഥ ബാനർജിയാണ്. 49 രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞതാരാം? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്,
മെക്കാളെ പ്രഭുവാണ്. 50ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിൽ വരുത്തിയ വർഷം ഏതാ? ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിൽ വരുത്തിയ വർഷം ഏതാ? 1835 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിൽ വരുത്തിയത്. 51 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാ? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാ? ഓപ്ഷൻ എ ആണ് വില്യം ജോൺസ് ആട്ടോ. ഓപ്ഷൻ എ വില്യം ജോൺസ് ആണ്. 52 കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ച വ്യക്തി ആരാ? കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ചത് ആരാ? വാറൻ ഹേസ്റ്റിംഗ്സ് അല്ലെ, വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. 53 ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാ? ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാ? ജൊനാഥൻ ഡെങ്കൻ ആണ് അല്ലെ, ജൊനാഥൻ ഡെങ്കൻ ആണ്. 54 എൻ്റെ ഗുരുനാഥൻ എന്ന മലയാള കൃതി രചിച്ചത് ആരാ? എൻ്റെ ഗുരുനാഥൻ എന്ന മലയാള കൃതി രചിച്ചത് ആരായിരുന്നു? വെള്ളത്തോൾ അല്ലെ. ഓപ്ഷൻ എ ആണ്, വള്ളത്തോളാണ്. 55 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയ വ്യക്തി ആരാണ്? ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ചിട്ട് പഠനം നടത്തിയത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ദാദാഭായ് നവറോജി ആണ്. 56ാമത്തെ ചോദ്യം, ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് ആരാ? ഓപ്ഷൻ എ ആണ്, വാലന്റൈൻ ഷിറോൾ ആണ്. 57 ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ ബി ആണ്, ദാദാഭായ് നവറോജി ആണ്. 58 കണ്ണൻ പാട്ട്, കുയിൽ പാട്ട് എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? കണ്ണൻ പാട്ട്, കുയിൽ പാട്ട് എന്നീ കൃതികൾ രചിച്ചത് ഓപ്ഷൻ ഡി ആണ്, സുബ്രഹ്മണ്യ ഭാരതി ആട്ടോ. ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യ ഭാരതിയാണ്. 59 ദി നാഷൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? ദി നാഷൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? ഓപ്ഷൻ ഡി ആണ്, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 60 സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ഓപ്ഷൻ ഡി ആണ്, ഇ വി രാമസ്വാമി നായിക്കർ ആണ്. 61 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാ? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാ? ഓപ്ഷൻ എ ആണ്, വി ഒ ചിദംബര പിള്ളയാട്ടോ. വി ഒ ചിദംബര പിള്ളയാണ്. 62 ഹിതകാരിണി സമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സാമൂഹിക പരിഷ്കർത്താവ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാ? വീരേശലിംഗം പന്തലു ആണ്. ഓപ്ഷൻ ഡി വീരേശലിംഗം പന്തലു ആണ്. 63 സത്യശോധക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? സത്യശോധക സമാജം സ്ഥാപിച്ചതാരാ? ജ്യോതിറാവ് ഫുലെ അല്ലെ, ജ്യോതിബാ ഫുലെ ആണ്. 64 ഗോദാൻ എന്ന കൃതി രചിച്ചത് നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ആരായിരുന്നു? പ്രേംചന്ദ് ആണ്. 65 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം ഏതാണ്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷമാണ് 1906 അല്ലെ. ഓപ്ഷൻ എ ആണ്, 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിക്കുന്നത്. 66 മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണ്? മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ഗ്രാമത്തലവന്മാരായിരുന്നു. 67 ഇന്ത്യൻ ദേശീയ പതാകയായിട്ട് ത്രിവർണ പതാക സ്വീകരിച്ച വർഷം ഏതാ? ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ഇന്ന് കാണുന്ന ത്രിവർണ പതാക സ്വീകരിച്ച വർഷം ചോദിച്ചാൽ ഏതാ? 1947 68 ഇന്ത്യയിൽ ആദ്യമായിട്ട് ത്രിവർണ പതാകക്ക് രൂപം നൽകിയത് ഏത് കാലയളവിലാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ത്രിവർണ പതാകക്ക് രൂപം നൽകിയത് ഏത് കാലയളവിലാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്, സ്വദേശി സമരകാലത്താണ്. 69 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാ? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാ? ഓപ്ഷൻ എ ആണ്, കൊൽക്കത്തയിലാണ്. 70ാമത്തെ ചോദ്യം, ഭാരതമാത എന്ന ചിത്രം വരച്ച കാലഘട്ടം ഏതാ? ഭാരതമാത എന്ന ചിത്രം വരച്ച കാലഘട്ടം ഏതാ? സ്വദേശി സമരകാലമാണ്. ഓപ്ഷൻ ഡി സ്വദേശി സമരകാലമാണ്. 71 ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകം എന്താണ്? ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും വിദേശ ആധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമായിരുന്നതായിരുന്നു ഏത്? ഓപ്ഷൻ ഡി ആണ്, ചർക്കയാണ്. 72ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് എന്താ? തന്നിരിക്കുന്നതിൽ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തെരഞ്ഞെടുത്തത് ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്, ഗ്രാമീണ ചെണ്ടക്കാരനാണ്. 73 ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാ? അബനീന്ദ്രനാഥ് ടാഗോർ അല്ലെ. ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാ? അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. 74 ഗ്രാമീണ ജീവിതം എന്ന
ചിത്രം വരച്ചതാരാ? അമൃത ഷെർഗിൽ അല്ലെ, അമൃത ഷെർഗിൽ വരച്ചതാണ് ഇത് ഗ്രാമീണ ജീവിതം. ഇനി ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ പ്രശസ്തമായ ചിത്ര? ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്. ഓപ്ഷൻ സി നന്ദലാൽ ബോസ്. 76 തൃശ്ശൂരിൽ കലാമണ്ഡലം സ്ഥാപിച്ചതാരാ? തൃശ്ശൂരിൽ കലാമണ്ഡലം സ്ഥാപിച്ചതാരാ? വള്ളത്തോൾ നാരായണ മേനോൻ. ഓപ്ഷൻ എ വള്ളത്തോൾ നാരായണ മേനോൻ. 77 1938 ഹരിപുര INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഏതാണ്? 1938 ഹരിപുര INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു ഏത്? ഓപ്ഷൻ ബി ഗ്രാമീണ ചെണ്ടക്കാരൻ. 78ാമത്തെ ചോദ്യം, വരിക വരിക സഹചരെ എന്ന ഗാനത്തിന്റെ രചയിതാവാരാണ്? വരിക വരിക സഹചരെ എന്ന ഗാനത്തിന്റെ രചയിതാവാണ് ആര്? അംശി നാരായണ പിള്ള അല്ലെ, ആരാ? അംശി നാരായണ പിള്ളയാണ്. 79ാമത്തെ ചോദ്യം, ദി ഹൈകാസ്റ്റ് ഹിന്ദു വുമൺ എന്ന രചനയുടെ കർത്താവ് ആരാ? ദ ഹൈകാസ്റ്റ് ഹിന്ദു വുമൺ എന്ന രചനയുടെ കർത്താവ് ആരാ? ഓപ്ഷൻ ബി ആണ് പണ്ഡിത് രമാബായി കേട്ടോ, പണ്ഡിത രമാബായി ആണ്. 80ാമത്തെ ചോദ്യം, പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയ വർഷം ഏതാ? പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയ വർഷം ഏതാ? 1878 81ാമത്തെ ചോദ്യം, ആര്യ മഹിളാ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? ആര്യ മഹിളാ സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാ? 1882 ആര്യ മഹിളാ സമാജം 1882. ഇനി ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാ? ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാ? 1861 ബനാറസ് സംവാദ ക്ലബ്ബ് സ്ഥാപിക്കപ്പെട്ടത്. 83 അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചതാരാണ്? അൽ ഹിലാൽ എന്ന പത്രം സ്ഥാപിച്ചത് ആരാ? ഓപ്ഷൻ ഡി ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് അല്ലെ. 84ാമത്തെ ചോദ്യം, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് തൂത്തുക്കുടിയിലാണ്. 85 ന്യൂ ഇന്ത്യ കോമൺവെയിൽ എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ ആരാ? ന്യൂ ഇന്ത്യ കോമൺവെയിൽ എന്ന പത്രങ്ങളുടെ സ്ഥാപകനാണ് ആര്? ആനി ബസന്റ്. 86ാമത്തെ ചോദ്യം, വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് ആരാ? വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് ആരാ? ലാൽ ലജ്പതി റായി ആണ്. 87 തമിഴ്നാട്ടില് സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ്? തമിഴ്നാട്ടില് സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് VO ചിദംബരപിള്ളയാണ്. 88ാമത്തെ ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ജമീന്ദാർമാർ അല്ലെ, ഓപ്ഷൻ ബി ജമീന്ദാർമാർ ആണ്. 89 ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ട് നികുതി പിരിച്ചിരുന്ന സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ട് നികുതി പിരിച്ചിരുന്ന സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെട്ടത്? ഓപ്ഷൻ സി ആണ് മഹൽവാരി വ്യവസ്ഥയാട്ടോ, ഓപ്ഷൻ സി മഹൽവാരി വ്യവസ്ഥ. 90 മാടമ്പിക്കാച്ചി ഗാമ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ വർഷം ഏതാ? മാടമ്പിക്കാച്ചി ഗാമ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ വർഷം ചോദിച്ചാൽ 1907 ഏതാ? 1907. 91ാമത്തെ ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആരാം? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് ആര്? കോൺവാലീസ് പ്രഭു. 92ാമത്തെ ചോദ്യം, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരായിരുന്നു? മാടമ്പിക്കാച്ചി ഗാമയാണ്. 93 പ്രാദേശിക പത്രഭാഷാ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? പ്രാദേശിക പത്രഭാഷാ നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ലിട്ടൺ പ്രഭുവാണ്. 94 സതി എന്ന ചിത്രം വരച്ചത് സതി നമ്മൾ പറഞ്ഞു ആരാ? നന്ദലാൽ ബോസ് അല്ലെ, സതി നന്ദലാൽ ബോസ് ആണ്. 95 സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ച ഉറുദു കവി ആരാണ്? സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ച ഉറുദു കവി ആരായിരുന്നു? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അല്ലെ, ഓപ്ഷൻ എ ആണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്. 96 ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ്? ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് സുരേന്ദ്രനാഥ ബാനർജിയാണ്. 97ാമത്തെ ചോദ്യം, ബംഗാളില് വിധവാ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? ബംഗാളില് വിധവാ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ്. 98ാമത്തെ ചോദ്യം, ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച നവോത്ഥാന നായകനാരാണ്? ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച നവോത്ഥാന നായകനാണ് ആര്? ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ ആണ്. 99ാമത്തെ
ചോദ്യം ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയായിരുന്നു? നമ്മൾ പറഞ്ഞത് എവിടെയാ? ബംഗാളിൽ കേട്ടോ, ബംഗാളിലാണ്. 100ാമത്തെ ചോദ്യം കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെട്ടത്? കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? റയട്ട് വാരി വ്യവസ്ഥ എന്നാട്ടോ. ഓപ്ഷൻ സി റയട്ട് വാരി വ്യവസ്ഥയാണ്. 101 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം ഏതാ? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് 1884 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായത്. 102 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫെർഗൂസൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫെർഗൂസൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഓപ്ഷൻ സി ആണ് പൂനെയിലാട്ടോ. ഓപ്ഷൻ സി പൂനെയിലാണ്. 103 പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും എന്നത് ആരുടെ വാക്കാണ്? പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായിരുന്നു ചെറുക്കാൻ അവർക്ക് കഴിയും എന്നത് ആരുടെ വാക്കാണ്? ആരുടെ വാക്ക്? ഓപ്ഷൻ എ ആണ് കേശബ് ചന്ദ്ര സെന്നിന്റെ വാക്കാണ്. 104 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചതാരാം? നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചത് ആരായിരുന്നു? ഡി കെ കാർവേ അല്ലെ. ഡി കെ കാർവേ ആണ്. 105ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിതമായ വർഷം ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിതമായ വർഷം ഏതാ? 1916 106ാമത്തെ ചോദ്യം ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായിട്ട് ചിത്രീകരിച്ച നാടകം ഏതാണ്? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായിട്ട് ചിത്രീകരിച്ച നാടകം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് നീൽ ദർപ്പൺ കേട്ടോ. നീൽ ദർപ്പണാണ്. 107 ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിക്കൊണ്ട് ബങ്കിങ് ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിക്കൊണ്ട് ബങ്കിങ് ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ഏത്? ആനന്ദമഠമാണ്. ഓപ്ഷൻ ഡി ആനന്ദമഠം. 108 വന്ദേ മാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവൽ ഏതാണ്? വന്ദേ മാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവൽ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് ആനന്ദമഠമാണ്. 109ാമത്തെ ചോദ്യം 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു ഏത്? വാർധാ വിദ്യാഭ്യാസ പദ്ധതി. വാർധാ വിദ്യാഭ്യാസ പദ്ധതി വർഷം ഓർത്തു നോക്കുക. 1937 ആരാ മുന്നോട്ട് വെച്ചത്? ഗാന്ധിജിയാണ്. 110ാമത്തെ ചോദ്യം വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ഓപ്ഷൻ എ ആണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. 111 8 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടതാരാണ്? 8 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഗാന്ധിജിയാണ്. 112 വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതാരാം? വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി ആണ് രവീന്ദ്രനാഥ ടാഗോർ ആണ്. 113ാമത്തെ ചോദ്യം വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്നത് ആരുടെ വാക്കാണ്? വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്നത് ആരുടെ വാക്കാ? ഓപ്ഷൻ ഡി ആണ് വീരേശലിംഗം പന്തലുവിന്റേതാണ്. 114 നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഏതാണ്? നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഏതാ? ഓപ്ഷൻ എ ആണ് ഇന്ത്യൻ അസോസിയേഷൻ ആട്ടോ. ഇന്ത്യൻ അസോസിയേഷൻ ആണ്. 115 നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവാരാണ്? നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ദിനബന്ധു മിത്ര അല്ലെ. ഓപ്ഷൻ ഡി ദിനബന്ധു മിത്ര. 116 അവസാനത്തെ ചോദ്യമാണ് 1916 INCയുടെ വാർത്താ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജിയുടെ വാർത്താ പദ്ധതിയെ കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റി ഏതാണ്? 1937 INCയുടെ വാർത്താ സമ്മേളനത്തിൽ വെച്ചിട്ട് ഗാന്ധിജിയുടെ വാർത്താ പദ്ധതിയെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച കമ്മിറ്റിയായിരുന്നു ഏത്? ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഓപ്ഷൻ സി ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ്.